അധികാരികൾ കണ്ണ് തുറക്കണം, ഈ കാഴ്ച കാണണം. കെട്ടുറപ്പില്ലാത്ത വീട്ടിൽ പ്ലാസ്റ്റിക് പർദ്ദകൾ വലിച്ചു കെട്ടിയാണ് 3 കുഞ്ഞുങ്ങൾ അടങ്ങുന്ന ഈ കുടുംബം താമസിക്കുന്നത്. പുത്തൻപുരയ്ക്കൽ മനോജും ഭാര്യ ദീപയും വീടിനായി മുട്ടാത്ത വാതിലുകളില്ല. കൂലി വേലക്കാരനായ മനോജിന് കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ടാണ് ഈ കുടുംബം കഴിയുന്നത്. മഴ ശക്തമായാൽ വീടാകെ നനയും. കുഞ്ഞുങ്ങൾ അടക്കം പ്ലാസ്റ്റിക്കിന്റെ അടിയിലാണ് അഭയം തേടുന്നത്. ഈ നിർധന കുടുംബം ദയനീയാവസ്ഥ അനുഭവിക്കാൻ തുടങ്ങിയിട്ട് 4 വർഷമായി. വീടില്ലാതെ ഷെഡിലാണ് ഇവർ കഴിയുന്നത്. വീടിനായി ഇവർ അപേക്ഷ നൽകിയിട്ടുണ്ടെങ്കിലും ലൈഫ് പദ്ധതിയിൽ പോലും വീട് ലഭിച്ചിട്ടില്ല. അധികാരികളുടെ അവഗണന മൂലം ലിസ്റ്റിൽ പേര് വന്നെങ്കിലും മറ്റൊരു വ്യക്തിക്കാണ് വീട് ലഭിച്ചതെന്ന് ദീപ പറയുന്നു. 4 കൊല്ലമായിട്ട് ഞാൻ ഇവിടെ താമസിക്കുന്നതാണ്. ലൈഫ് പദ്ധതിയിൽ അപേക്ഷ വെച്ചെങ്കിലും ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് മെമ്പർ, പഞ്ചായത്ത് പ്രസിഡന്റ് തുടങ്ങിയവർ എന്നെ ഇവിടുന്ന് ഒഴിവാക്കുകയാണ് ചെയ്ത്. ഒരു തവണ ലിസ്റ്റിൽ പേര് കയറി വന്നെങ്കിലും അതേ പേരിൽ, സെയിം പേരിലുള്ള ഒരാൾക്ക് ഞങ്ങളുടെ വീട് അവർക്കായിട്ട് മാറ്റി കൊടുക്കുകയാണ് ഉണ്ടായത്. എങ്കിലും ഭർത്താവിന് വല്ലപ്പോഴും കിട്ടുന്നൊരു ജോലി കൊണ്ടൊക്കെ ഇങ്ങനെ കഴിഞ്ഞു കൂടുന്നു. ഇപ്പം സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ട് ഞാൻ തൊഴിലുറപ്പിന് പോകാറുണ്ട്. സ്ഥിരമായി പോകാൻ പറ്റാറില്ല. ഇത് കൂടാതെയാണ് കാട്ടാനയുടെ ശല്യവും. കഴിഞ്ഞ ദിവസം രാത്രി ഇവർ താമസിക്കുന്ന ഷെഡിന് സമീപം വരെ ഒറ്റയാനെത്തി. വളർത്തു നായകളുടെ കുരയും പടക്കം പൊട്ടിച്ചുമാണ് ഒറ്റയാനെ തുരത്തിയത്. വീടിന് സമീപം വരെ എത്തിയ ആന വരും ദിവസവും എത്തുമെന്ന ഭീതിയിലാണ് ഈ കുടുംബം. 3 കുട്ടികളാണ് എനിക്കുള്ളത്. തീരെ കുട്ടികളാണ്. അവർ 2ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഇത്രയും ശോച്യമായ ഒരവസ്ഥയിൽ എനിക്ക് വീട്ടിൽ താമസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം വളരെയധികം ആനയുടെ ശല്യം ഉണ്ടാവുകയും രാത്രി പോലും ഉറങ്ങാൻ സാധിക്കാതെയും, അത് നമുക്ക് ഓടിച്ചു വിട്ടാലും നമ്മളെ അവർ ഉപദ്രവിക്കാൻ വരുന്നൊരു അവസ്ഥയിലേക്ക് അവർ സ്ഥിരമായി വരുന്നൊരു അവസ്ഥ പോലെ ഉണ്ടാകുന്നുണ്ട്. അത് അധികൃതരുടെ ഭാഗത്തുനിന്നും എന്തെങ്കിലും സഹായം ഉണ്ടായി കിട്ടിയാൽ ഉപകാരമായിരുന്നു. ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ അടിയന്തരമായി ഇടപെട്ട് അന്തി ഉറങ്ങുവാൻ ഒരു വീട് നിർമ്മിച്ചു നൽകണമെന്നാണ് ഈ നിർധന കുടുംബത്തിന്റെ ആവശ്യം.